സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അദ്ധ്യായം 4. ലോഡ്ജിലാക്കി കുഞ്ഞമ്മാവൻ യാത്ര പറയുമ്പോൾ സ്വയം അറിയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. കൊള്ളാം, നിനക്ക് കുറച്ചൊക്കെ ധൈര്യമുണ്ടെന്നാ ഞാനിതുവരെ വിചാരിച്ചത്. ആശ്വസിപ്പിക്കുമ്പോൾ കുഞ്ഞമ്മാവന്റെ കണ്ണുകളിലും നനവിന്റെ തിളക്കം. ആ വാക്കുകൾ കേട്ടിട്ടും നാവനക്കാനായില്ല. ഇങ്ങനെയൊരു രംഗം മുൻകൂട്ടി കണ്ടതാണ്. കഴിഞ്ഞ 3 ദിവസമായി വേർപാടിന്റെ വേദന അനുഭവിച്ചറിയുന്നതും മറ്റാരുമല്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും അകലേക്ക് ഒരു പറിച്ചുനടി. ഇക്കണ്ട ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുവരെ വന്നത് ഇങ്ങനെ കരയാനാണോ മായേ? തോളിൽ അമ്മ അവന്റെ കൈകളുടെ സ്പർശം. സാരി തലപ്പെടുത്ത് കണ്ണുകൾ ഒപ്പുന്നതിനിടയിൽ വാക്കുകൾ വഴുതി വീണു. മാമൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകണം. അച്ഛന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഒരു സഹായത്തിന്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വരം ഇടറുന്നു. എനിക്കതറിയില്ലേ മായേ, നീ അതോർത്ത് വിഷമിക്കേണ്ട. ഞാൻ ദിവസവും പോയി അന്വേഷിക്കുന്നുണ്ട്. പോരെ? അമ്മാവൻ ഉറപ്പു തന്നു. വീണ്ടും വിങ്ങിപ്പൊട്ടുന്നതിനു മുമ്പ് ആൾ പടിയിറങ്ങുകയും ചെയ്തു. നാളെ തന്നെ കത്തെഴുതാൻ മറക്കേണ്ട. ഞാൻ ചെന്ന് വിവരങ്ങൾ പറഞ്ഞാലും നിന്റെ കത്ത് നോക്കിയിരിക്കും ഭാസ്കരേട്ടനും അമ്മയും. കൺവെട്ടത്ത് നിന്ന് മറയുന്നതിനു മുമ്പ് കുഞ്ഞമ്മാവൻ ഒന്നുകൂടി തിരിഞ്ഞു നിന്ന് ഓർമ്മിപ്പിച്ചു. സമ്മതഭാവത്തിൽ തലയാട്ടാനേ കഴിഞ്ഞുള്ളൂ. നാവനക്കിയാൽ വീണ്ടും കരഞ്ഞു പോകുമെന്ന അവസ്ഥ. നാട്ടിൽ നിന്നും എത്ര ദൂരേക്കാണ് താൻ എത്തപ്പെട്ടതെന്ന് ഓർക്കുമ്പോഴും ഉള്ളിലെ വിഹ്വലത ഏറുന്നു. കാത്തുകാത്തിരുന്ന് കൈവന്ന കനക അവസരമാണ്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും ഉള്ളിൽ വേവലാതിയായിരുന്നു. ആ കടമ്പ കടക്കാൻ തനിക്ക് കഴിയുമോ എന്ന സംശയം. DO ഓഫീസിന്റെ വാതിൽക്കൽ കൂട്ടത്തിൽ ഒരാളായി നിൽക്കുമ്പോഴും അനിശ്ചിതാവസ്ഥയിലുള്ള ആശങ്ക മനസ്സിന്റെ സ്വൈര്യം കെടുത്തിയിരുന്നു. ഒരൊഴിവിന് 4 പേരെ വീതമാണ് അഭിമുഖത്തിന് ക്ഷണിച്ചിരുന്നത്. അതും തന്നെ പോലെ ദൂരദിക്കുകളിൽ നിന്നും വന്നവർ. എല്ലാ മുഖങ്ങളിലുമുണ്ട് പ്രത്യാശയുടെ തിളക്കം. കൂടാൻ കഴിഞ്ഞാൽ 1 രൂപ പോലും കുറവില്ലാതെ 9 മാസത്തെ ശമ്പളമാണ് കയ്യിൽ കിട്ടുക. പിന്നീട് ഏതെങ്കിലും കാലത്ത് സ്ഥിര ജോലി ലഭിക്കുകയാണെങ്കിൽ ഈ സർവീസ് കണക്കാക്കി ഇൻക്രിമെന്റും വാങ്ങാം. എല്ലാം കൊണ്ടും നേട്ടമാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ പിറ്റേന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പേരുവിവരം ഇടുന്നതുവരെ സർവ്വ ഈശ്വരന്മാരോടും മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. മായയ്ക്ക് കിട്ടാതിരിക്കില്ല. ക്ലാസ് ഉള്ളതല്ലേ. പിന്നെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് സെലക്ഷൻ ഉണ്ടാവും തീർച്ച. വസുമതി ചേച്ചിയുടെ വാക്കുകൾ പ്രതീക്ഷ വളർത്തി. എന്തായാലും പരാജയം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ വയ്യ. ടെലിഗ്രാം കിട്ടിയപ്പോഴേ ജോലി ഉറപ്പായി എന്ന മട്ടിലായിരുന്നു അച്ഛനും അച്ഛമ്മയും ബന്ധുക്കളുമൊക്കെ. ഒരൊറ്റ ദിവസത്തിന്റെ ഇടവേളയിൽ ഓടി നടന്ന് എല്ലാവരോടും യാത്ര ചോദിക്കുക കൂടി ചെയ്തു താൻ. ട്യൂഷൻ ഫീസായി കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ കുറച്ച് കരുതി വെച്ചിരുന്നത് കൊണ്ട് യാത്രാ ചെലവിന് വേണ്ട രൂപയ്ക്ക് അച്ഛന് ഓടി നടക്കേണ്ടി വന്നില്ല. എന്നിട്ടും പോരാൻ നേരം 100ന്റെ ഒരു നോട്ട് അച്ഛൻ കയ്യിലേൽപ്പിച്ചു. എവിടെ നിന്നാണ് അത് ഒപ്പിച്ചതെന്ന് ഈശ്വരനു മാത്രമേ അറിയൂ. എന്റെ കയ്യിൽ ഇതേയുള്ളൂ മോളെ. ഗദ്ഗതത്തിൽ ആ വാക്കുകൾ ശിഥിലമാകുന്നതറിഞ്ഞു. വേണ്ടച്ചാ, എന്റെ അടുക്കൽ ആവശ്യത്തിന് രൂപയുണ്ട്. ആ തുക തിരിച്ചേൽപ്പിക്കാൻ ഒരു പാഴ് ശ്രമം നടത്തി നോക്കി. അച്ഛൻ വാങ്ങിയില്ല. നിനക്കൊരു സാരി എടുത്തു തരാൻ പോലും പറ്റിയില്ല മോളെ. രാജനിങ്ങ് പോരുന്നതിനു മുമ്പ് നീ അവനെയും കൂട്ടി പോയി ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങണം. എന്ന മട്ടിൽ മൂളി. അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളൊക്കെ കയ്യിൽ കരുതിയിരുന്നു. യാത്ര ചോദിക്കാൻ ചെന്നപ്പോൾ സാവിത്രി ചിറ്റ അധികം ഉടുത്തു പഴകിയിട്ടില്ലാത്ത 2 സാരി അലമാരയിൽ നിന്നും എടുത്തു തന്നു. അതിനുള്ള ചിറ്റയുടെ ബ്ലൗസും തനിക്കൊരുവിധം പാകമായിരുന്നു. ഇനി പുതിയതെടുത്ത് തയ്പ്പിക്കാനുള്ള സമയമില്ലല്ലോ മോളെ. അല്ലെങ്കിൽ ചിറ്റ തന്നെ തയ്പ്പിച്ചു തന്നേനെ. തൽക്കാലം ഇത് കൊണ്ടൊപ്പിക്കാൻ ചിറ്റേ. ഓർക്കാപ്പുറത്ത് 2 സാരി സ്വന്തമായി കിട്ടിയ ആഹ്ലാദത്തിലായിരുന്നു താൻ. അത്ര വിലയുള്ള സാരിയൊന്നും ഉടുക്കാനുള്ള ഭാഗ്യം മുമ്പ് കൈവന്നിട്ടില്ല. ഉപയോഗിച്ച് പഴകിയ 3 ഓയിൽ സാരിയാണ് ആകെ ഉണ്ടായിരുന്നത്. പോരാൻ നേരം ചിറ്റപ്പന്റെ വകയായി 50 രൂപയും കിട്ടി. അന്നത്തെ കാലത്ത് നിസ്സാരമായിരുന്നില്ല ആ തുക.
സാരി തന്ന വിവരം ചിറ്റപ്പനെ അറിയിക്കരുതെന്ന പ്രത്യേക നിർദ്ദേശം ചിറ്റയിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഊണ് കഴിഞ്ഞ് ആൾ മില്ലിലേക്ക് മടങ്ങുന്നതുവരെ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു തിരിച്ചു വരാൻ. നിനക്കിതെടുത്ത് തന്നതിന് വഴക്കൊന്നും പറയില്ല. ചിലപ്പോൾ ഇത് തന്നതുകൊണ്ട് രൂപയൊന്നും തരാതിരിക്കും. അതാ. ചിറ്റയുടെ വിശദീകരണം പിന്നീടുണ്ടായി. ഇത്തിരി പിശുക്കൊക്കെയുണ്ട് നിന്റെ ചിറ്റപ്പന്. പക്ഷേ സ്നേഹമുള്ളയാളാ. എന്റെയും പിള്ളേരുടെയും കാര്യത്തിന് കൈയയച്ച് ചെലവാക്കാൻ മടിയൊന്നുമില്ല. അതേക്കുറിച്ച് ചിറ്റ പറയാതെ തന്നെ അറിയാം. ഒട്ടൊരു അസൂയയോടെയല്ലാതെ ആ ജീവിതം നോക്കിക്കാണാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നോർത്തു. സുമയേക്കാൾ ഏറിയാൽ 1-1.5 വയസ്സ് മൂപ്പേ ചിറ്റയുടെ മോൾക്കുണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്വർണമാല സ്വന്തമായി ഉണ്ടായിരുന്ന ഒരേ ഒരു പെൺകുട്ടി. അവൾ ഉപയോഗിച്ച ഫ്രോക്കുകൾ ഇട്ടുകൊണ്ടാണ് സുമ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പുതിയ ഡ്രസ്സ് കൊണ്ടുവരാൻ ചിറ്റയ്ക്ക് ആവാഞ്ഞിട്ടല്ല. ആ കാര്യത്തിലൊക്കെ ചിറ്റപ്പന് നിയന്ത്രണങ്ങളുണ്ട്. അത് കാരണം രശ്മി കുറച്ചിട്ട് പഴകുമ്പോൾ ചിറ്റ പതിയെ അത് മാറ്റിവെക്കും സുമയ്ക്ക് വേണ്ടി. സൗകര്യം കിട്ടുമ്പോൾ ചിറ്റപ്പന്റെ കണ്ണിൽ പെടാതെ അതും പൊതിഞ്ഞ് ബസ് കയറും. ജ്യേഷ്ഠത്തിയുടെ മക്കൾക്ക് വേറെയും ഉണ്ടാവും സമ്മാനങ്ങൾ. തൊടിയിൽ വിളഞ്ഞ കുലയിൽ നിന്ന് 2 പടലപ്പഴമോ മാങ്ങയോ ചക്കയോ അങ്ങനെ എന്തെങ്കിലും. വെറും കൈയോടെ ഒരിക്കലും ചിറ്റ പടി കടന്ന് വന്നിട്ടില്ല. മടങ്ങുമ്പോൾ 5ഉം 10ഉമൊക്കെ തന്റെയോ ദേവിയുടെയോ കയ്യിൽ പിടിപ്പിക്കുവാനും മറക്കുകയില്ല. ആ മുഖം മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഉത്സാഹം തിരയടിക്കുകയാണ് ഉള്ളിൽ. വല്ലപ്പോഴും വരുന്ന വലിയമ്മാവനെ കാണുമ്പോഴുള്ളതിനേക്കാൾ ആഹ്ലാദം ചിറ്റ വരുമ്പോഴാണെന്നോർത്തു. തനിക്ക് മാത്രമല്ല ആ അനുഭവം. ശ്യാം വരെ ചിറ്റയെ കാണുമ്പോൾ തുള്ളിച്ചാടും. അച്ചമ്മയുടെ മുഖം തെളിയുന്നതും അപ്പോഴാണ്. എണ്ണയോ കുഴമ്പോ വാങ്ങാനെന്നും പറഞ്ഞ് 10-12 രൂപ അവർക്കും കൊടുക്കാൻ ചിറ്റ മറക്കാറില്ല. മനസ്സുള്ളവളാ സാവിത്രി. നിന്റെ അമ്മാവന്മാരെ പോലല്ല, അച്ചമ്മ പറയാറുണ്ട്. അമ്മാവന്മാരുടെ പരാധീനത അവർക്ക് മനസ്സിലാക്കാൻ വയ്യാഞ്ഞിട്ടല്ല. എന്നാലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. തള്ള മരിച്ച 3-4 ഇവിടെ വളരുന്നുണ്ടെന്ന ഒരു വിചാരം നിന്റെ വലിയമ്മാവനില്ല. കാരണവർ ചമഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? പാരാധൂരം പറയാനാ ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഒടുവിൽ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. നാവെടുത്താൽ അമ്മാവൻ ദാരിദ്ര്യമേ പറയൂ. സത്യം എന്തായാലും കേൾക്കുന്നവർക്ക് വല്ലാത്ത മടുപ്പ് തോന്നും. അത് പറയാനായി മാത്രമാണ് വല്ലപ്പോഴും വരുന്നതെന്ന് പോലും തോന്നിപ്പോകും. വെറും കൈയോടെ ആയിരിക്കില്ല വരവ്. ഒരു പൊതി ബിസ്ക്കറ്റോ മിഠായിയോ മരിച്ചുപോയ പെങ്ങളുടെ മക്കൾക്ക് സമ്മാനിക്കാനുണ്ടാവും. ഇതിനു പകരം 5-6 തേങ്ങയെടുത്ത് പൊതിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിലോ ഒരാഴ്ചത്തെ കറിക്കായേനെ. അച്ചമ്മ അവിടെയും ലാഭം നോക്കും. പറയുന്നതിൽ കാര്യമില്ലാതില്ല. അമ്മാവന് ആകെയുള്ള വരവ് തെങ്ങിൽ നിന്നുമാണ്. പാട്ടത്തിനും എടുത്തിട്ടുണ്ട് കുറെ തെങ്ങുകൾ. നിത്യചെലവിനുള്ള വക അതിൽ നിന്നൊക്കെ കണ്ടെത്തണം. പിന്നെ കുട്ടികളുടെ പഠിപ്പ്, വസ്ത്രം, അങ്ങനെ നീണ്ടുപോകുന്നു പട്ടിക. പെൺമക്കളിൽ ഒരാളെ മാത്രമേ കല്യാണം കഴിപ്പിച്ചയച്ചിട്ടുള്ളൂ. തന്റെയും ദേവിയുടെയും പ്രായമുണ്ടാകും അതിനിളയ 2 പേർക്ക്. എല്ലാറ്റിനും ഇളയവരാണ് 2 ആൺകുട്ടികൾ. സമ്പത്തില്ലെങ്കിലും സന്താനഭാഗ്യം വേണ്ടുവോളം ഉണ്ടായിരുന്നു അമ്മാവനും അച്ഛനും. ചിറ്റ മാത്രമേ 2 കുട്ടികൾ മതിയെന്ന് വെച്ചുള്ളൂ. അതുകൊണ്ട് ഇല്ലായ്മയും ദാരിദ്ര്യവും എന്താണെന്ന് ആ കുട്ടികൾ അറിയേണ്ടി വന്നില്ല. ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കഴിച്ചാലല്ലേ ഈ പാടൊക്കെയുള്ളൂ, തമാശ രൂപേണ കുഞ്ഞമ്മാവൻ പറയാറുണ്ട്. തന്നേക്കാൾ 6-7 വയസ്സിന് മൂപ്പേ ഉള്ളൂ ആൾക്ക്. പഠിക്കാൻ വലിയ സമർത്ഥനൊന്നുമായിരുന്നില്ല. ആ നാളുകളിലൊക്കെ വെറുതെ കളിച്ചു നടന്നു. ആ പ്രായം കഴിഞ്ഞപ്പോൾ ജോലി അന്വേഷിക്കലായി പണി. കൃഷിക്കാര്യങ്ങളിലൊക്കെ വലിയമ്മാവനെ സഹായിച്ച് കുറച്ച് ദിവസം കൂടിയതാണ്. ഇപ്പോഴോ ഇരുവരും തമ്മിൽ 1-2 പറഞ്ഞ് തെറ്റി. ചേട്ടനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എങ്ങനാ സഹിക്കുക? അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞമ്മാവൻ പറഞ്ഞ മറുപടിയാണ്. ഈയിടെയായി ഒന്ന് തലചായ്ക്കാൻ മാത്രം രാത്രി വീട്ടിൽ ചെന്ന് കയറും. അമ്മായി എങ്ങാനും നിർബന്ധിച്ചാൽ വല്ലതും വാങ്ങിക്കഴിക്കും. രാവിലെ കുളിച്ചൊരുങ്ങി വീണ്ടും ഇറങ്ങും. ആരെ പേടിക്കാനാ? ചേട്ടനും അനിയനും തമ്മിൽ മിണ്ടാറില്ല. ഒരു പരിധിയില്ലേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂ? ഇടയ്ക്കെപ്പോഴോ വലിയമ്മായി പറഞ്ഞു. സ്ഥിരം ഒരു വരുമാനമുണ്ടായിരുന്നെങ്കിൽ പെണ്ണ് കെട്ടിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ വരുന്നതിനും പോകുന്നതിനുമൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടായേനെ. അവരുടെ തന്നെ ബുദ്ധിയിൽ ഉദിച്ച പോംവഴിയായിരുന്നു അത്.
പെണ്ണിനെ പോറ്റാനുള്ള കഴിവ് ആദ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. അച്ഛമ്മയുടെ മറുപടിയും കാതിൽ വീണു. മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കുകയായിരുന്നില്ല കുഞ്ഞമ്മാവൻ. വയറിങ്ങിലാണ് താല്പര്യമെങ്കിലും അറിയാവുന്ന പണിക്കൊക്കെ പോകാറുണ്ട്. കുറച്ചുനാൾ ഏതോ വീടിന് പെയിന്റ് ചെയ്യുന്ന കൂട്ടത്തിലുമായിരുന്നു. വയറിങ് പഠിക്കലൊക്കെ കഴിഞ്ഞോ മാമൻ? ദേവി ചോദിച്ചു തോർക്കുന്നു. ജീവിക്കണ്ടേ മോളെ, എല്ലാ തൊഴിലും പഠിച്ചിരുന്നാൽ പട്ടിണി കൂടാതെ കഴിയാം. പ്രതികരണം തൽക്ഷണമുണ്ടായി. കിട്ടുന്നതൊക്കെ വല്ല ചായക്കടകളിലും കൊണ്ടു കൊടുക്കാതെ വീട്ടിൽ കൊണ്ടു കൊടുത്തൂടെ രാജാ നിനക്ക്? അച്ചമ്മ ഉപദേശിച്ചു. അതിനു മാത്രമൊന്നും കിട്ടുന്നില്ല അമ്മേ, സ്ഥിരം പണിയൊക്കെ ആവട്ടെ. ഒരുഴുപ്പൻ മട്ടിൽ അമ്മാവൻ പറഞ്ഞൊഴിഞ്ഞു. കയ്യിൽ കാശുള്ളപ്പോൾ 4-5 ഒക്കെ തനിക്കും ദേവിക്കും തരാറുണ്ട്. ഇപ്പോൾ തന്നെ യാത്രാ ചെലവിനും ഭക്ഷണത്തിനുമുള്ള തുക സ്വന്തം കയ്യിൽ നിന്നും ചെലവാക്കുകയായിരുന്നു. താൻ നിർബന്ധിച്ചിട്ട് 1 രൂപ പോലും വാങ്ങിയില്ല. നിന്റെ കയ്യിലിരിക്കട്ടെ മായേ, ഇനി 1 മാസം നിൽക്കാനുള്ളതല്ലേ. രൂപ ആരിൽ നിന്നോ കടം വാങ്ങിയിട്ടുണ്ടാവും പാവം. തനിക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ച് 2 രാത്രികൾ ഒരു മുൻപരിചയവുമില്ലാത്തവരുടെ കൂടെ തങ്ങേണ്ടി വന്നു. വസുമതി ചേച്ചി തന്നെയാണ് ആ താമസ സൗകര്യം ഏർപ്പാടാക്കിയത്. അവരുടെ സ്കൂളിലുള്ള ഏതോ സാറന്മാരുടെ ലോഡ്ജിൽ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ച് രാത്രി കഴിച്ചു കൂട്ടുവാൻ മാത്രം അമ്മാവൻ അവിടേക്ക് ചെല്ലും. പകലൊക്കെ തൻ്റെ കൂടെ അലയാനും. നിയമനം ലഭിച്ചിരിക്കുന്നത് ടൗണിൽ തന്നെയുള്ള സ്കൂളിലാണെന്ന് അറിഞ്ഞതു മുതൽ താമസ സൗകര്യം അന്വേഷിക്കലായി. വസുമതി ചേച്ചിയുടെ ഒപ്പം കൂടാവുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് ആണ് താൻ ആഗ്രഹിച്ചിരുന്നത്. ഇത്രയും ദൂരത്ത് പരിചയമുള്ള ഒരു മുഖം അരികിലുള്ളത് എത്ര ആശ്വാസമാണ്. കണക്കുകൂട്ടലുകളൊക്കെ പിഴയ്ക്കുകയായിരുന്നു. താമസ സൗകര്യത്തിന് വേണ്ടി 1 ദിവസം മുഴുവൻ അലയേണ്ടി വന്നു. ഒരിടത്തും ഒഴിവുണ്ടായിരുന്നില്ല. ഓഫീസുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. ജോലിക്കാരിൽ ഏറിയ ഭാഗവും അന്യനാട്ടുകാരും. അതാണിത്ര ബുദ്ധിമുട്ട്. വൈകുന്നേരം താമസിച്ചിരുന്നിടത്ത് നിരാശയായി മടങ്ങിയെത്തുമ്പോൾ വസുമതി ചേച്ചി പറഞ്ഞു, ഇനി എന്താ ചെയ്യുക? കുഞ്ഞമ്മാവന് മടങ്ങിപ്പോകാൻ ധൃതിയുണ്ടായിരുന്നു. കാത്തിരുന്ന് ഒരു വീടിന്റെ വയറിങ് പണി കിട്ടിയതാണ്. ഇടയ്ക്ക് 2 ദിവസം ഇലക്ട്രീഷ്യനോട് അവധി ചോദിച്ച് പോരുകയാണുണ്ടായത്. ഏതായാലും രാജേട്ടൻ പൊയ്ക്കോ, മായ തൽക്കാലം ഇവിടെ കൂടട്ടെ. ലേശം ദൂരം കൂടുമെന്നല്ലേ ഉള്ളൂ. ബസ് എപ്പോഴുമുണ്ട്. വസുമതി ചേച്ചി തന്നെ പരിഹാര മാർഗം കണ്ടുപിടിച്ചു. ഇത്രയും ദൂരമൊക്കെ ദിവസവും പോയി വരാമെന്ന് വെച്ചാൽ? അമ്മാവന് അപ്പോഴും സംശയമായിരുന്നു. 1 ആഴ്ച കൂടി നോക്കട്ടെ, എവിടെയെങ്കിലും ശരിയാവാതിരിക്കില്ല. വെള്ളിയാഴ്ച ഞാനും കൂടി അന്വേഷിക്കാം, ചേച്ചി ഉറപ്പു കൊടുത്തു. മാമൻ പൊയ്ക്കോളൂ, എവിടെയും ശരിയായില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കൂടും. ബസ് കൂലിയാവുമെന്നല്ലേ ഉള്ളൂ. തനിച്ചൊക്കെ പോയി വരാൻ എനിക്ക് ധൈര്യമുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തെ യാത്ര കൊണ്ട് സ്ഥലപരിചയമൊക്കെ കൈവന്നിരുന്നു. മറുത്തു പറയാനൊന്നും നിന്നില്ല. യാത്ര പറഞ്ഞു പോയി. ഉമ്മറത്തൂണിൽ മുഖമമർത്തി എത്ര നേരം ആ നിൽപ്പ് തുടർന്നുവെന്ന് ഓർമ്മയില്ല. ചേച്ചിയുടെ സ്വരമാണ് സ്ഥലകാല ബോധമുണ്ടാക്കിയത്. മാമൻ പോയതിന് വിഷമിച്ച് നിൽക്കുകയാണോ മായേ? നനഞ്ഞ കൈകൾ സാരിത്തലപ്പിൽ തുടച്ചുകൊണ്ട് അവർ തൊട്ടടുത്ത് വന്നു നിന്നു. ഏയ് അല്ല, ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ഇന്ന് ഇന്ദുവിൻ്റെ കത്തുണ്ടായിരുന്നു. മായ വന്ന വിവരമൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. ഇന്റർവ്യൂവിൽ ഉടനെ എങ്ങാനും വിളിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നാളെ തന്നെ വിവരം അറിയിച്ചുകൊണ്ട് ഞാൻ എഴുതാൻ ചേച്ചി. അവളെയാണ് ആദ്യം എനിക്ക് എഴുതി അറിയിക്കേണ്ടത്. നിറഞ്ഞ മനസ്സോടെയാണ് മറുപടി പറഞ്ഞത്. ഇന്ദുവിന് ജോലിയായിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. ആദ്യം വിളിച്ചത് കഴിഞ്ഞ സ്കൂൾ വർഷം പിരിച്ചുവിട്ടവരെയാണ്. മറ്റൊരു വിദ്യാഭ്യാസ ജില്ലയിലേക്കായിരുന്നുവെന്നു മാത്രം. കിലോമീറ്ററുകൾക്കവിടെ എവിടെയോ ആണ് അവളെന്നറിയാം. മേൽവിലാസം തൻ്റെ കയ്യിലുണ്ട്. ഉടനെ തന്നെ തനിക്കും ഭാഗ്യമുദിക്കുമെന്ന് പറഞ്ഞ് ഇന്ദു എഴുതിയ കത്തിന് മറുപടി എഴുതാനുള്ള അവസരം കിട്ടിയില്ല. ഇനി ആദ്യം ചെയ്യേണ്ടത് അതാണ്. അധ്യായം 5. തിരക്ക് പിടിച്ച മണിക്കൂറുകൾക്കിടയിൽ ഗൃഹാതുരത്വം മനസ്സിൽ ഫണം വിടർത്തി നിന്നു. ബസ് യാത്രക്കിടയിലോ രാത്രി ഉറക്കത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് ഊർന്നിറങ്ങാൻ തുടങ്ങുമ്പോഴോ ആണ് വീടിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു നെരിപ്പോടായി ഉള്ളിലെരിഞ്ഞു തുടങ്ങുന്നത്. ശ്യാമിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മനസ്സ് വിങ്ങി. ആദ്യമായാണ് ഈ വേർപാട്. വീട്ടിലുള്ള സമയത്തൊക്കെ തൻ്റെ പാവാടത്തുമ്പം പിടിച്ച് ഒപ്പമുണ്ടാകും. എങ്ങോട്ട് തിരിഞ്ഞാലും കൂട്ടത്തിൽ ചേർക്കേണ്ടി വരും. പണ്ട് സുമ അമ്മയുടെ പിന്നാലെ നടന്ന രംഗമാണ് മനോമുകുരത്തിലുണ്ടാവുക.
നാഴിക്ക് 40 വട്ടം ചേച്ചി എന്ന് വിളിയുയരും. സ്കൂളിൽ പോകാൻ ഒരുങ്ങാനും തന്റെ സഹായം വേണം. കുളിപ്പിച്ച് നിക്കറും ഷർട്ടും ധരിപ്പിച്ച് സ്ലേറ്റും പുസ്തകവും സഞ്ചിയിലാക്കി അവനെ ദേവിയെ ഏൽപ്പിക്കുന്നത് വരെ സ്വൈര്യം കിട്ടില്ല. സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതുമൊക്കെ അവളാണ്. സുമയെ മാത്രം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വയ്യ. അതിന് തക്ക പ്രായമായിരുന്നില്ല അവൾക്ക്. 4-ാം തരത്തിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാൻ പോകാൻ മറ്റുള്ളവരെക്കാളൊക്കെ മടിയാണ് ശ്യാമിന്. അനുനയത്തിൽ കൂടിയേ പറ്റൂ. മടങ്ങി വരുമ്പോൾ വിശേഷിച്ച് എന്തെങ്കിലും കരുതി വെക്കാമെന്നൊക്കെ പറയേണ്ടി വരും. പറയുക മാത്രമല്ല, എടുത്തു വെക്കുകയും വേണം. അച്ഛൻ രാത്രി കൊണ്ടുവരുന്ന പലഹാരമോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കും. പഠിക്കലെത്തുമ്പോഴേക്കും അത് ചോദിച്ചുകൊണ്ടാണ് വരിക. എപ്പോഴെങ്കിലും കരുതി വെക്കാൻ മറന്നാൽ പിന്നെ സഞ്ചിയും വലിച്ചെറിഞ്ഞ് നിലത്തേക്ക് വീണ് ഒരു ഉരുളലാണ്. നിലവിളി സഹിക്കാനാവില്ല. ഈ ചേച്ചിയാ ഇവനെ ഇങ്ങനെ ദുശ്ശീലം പഠിപ്പിക്കുന്നത്. ചെവി അടയ്ക്കുന്ന കരച്ചിലിനോടൊപ്പം ദേവിയുടെ ശാസന ഉയരും. കേട്ടില്ലെന്ന് നടിക്കുകയേ ഉള്ളൂ. രാത്രി കുഞ്ഞമ്മാവനുമായി പടിയിറങ്ങിയത് ശ്യാം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണെന്നോർത്തു. അന്ന് പതിവിലും നേരത്തെ അവനെ ഉറക്കേണ്ടി വന്നു. ഊണ് കൊടുത്ത് ഉറക്കാൻ കിടത്തിയതും താൻ തന്നെയാണ്. ദേഹത്തോട് ചേർത്ത് കിടത്തി ഏതോ പഴങ്കഥ പറഞ്ഞ് ആ കണ്ണുകളിൽ മയക്കം കൂടുകെട്ടുന്നത് നോക്കിക്കിടക്കുമ്പോൾ വാസ്തവത്തിൽ ഉള്ളം കരയുകയായിരുന്നു. രാവിലെ ഉറക്കമുണർന്ന ഉടൻ അവൻ തന്നെ അന്വേഷിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 1 വർഷക്കാലം താൻ സദാസമയവും വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അടുപ്പം കൂടുതലും തന്നോടാണ്. ബാലവാടിയിൽ ഉച്ചവരെ പോയിരിക്കുമെന്നേയുള്ളൂ. വീടിന് കുറച്ചടുത്തായിരുന്നു അത്. കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതുമൊക്കെ അന്ന് താനായിരുന്നു. ഇനി ദേവിക്കാവും തന്റെ സ്ഥാനം. അച്ഛമ്മയുമായി വലിയ അടുപ്പമൊന്നുമില്ല ശ്യാമിന്. അല്ലെങ്കിലും അവർക്ക് തീരെ വയ്യാതായിരിക്കുന്നു. കൂനിക്കൂടിയാണ് നടപ്പ്. ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഭാരവും ഇല്ലായ്മകളുമൊക്കെ അച്ഛമ്മയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തിയിരിക്കുന്നു. സന്ധികളിലെ വേദന സഹിക്കാതാവുമ്പോൾ കുപ്പികളുമെടുത്ത് സുമയെയും കൂട്ടി കഷായ ആസ്പത്രിയിലേക്ക് ഒരു യാത്രയുണ്ടാവും. മരുന്നിനൊന്നും അവിടെ വില കൊടുക്കേണ്ടതില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ചികിത്സയൊക്കെ സൗജന്യമാണ്. ബസ് കൂലിക്കുള്ള ചില്ലറ അച്ഛൻ കൊടുത്താലും അച്ഛമ്മ അത്രയും ദൂരം നടക്കുകയേ ഉള്ളൂ. തീ പാറുന്ന വെയിലത്ത് വിയർത്തൊലിച്ചാണ് മടങ്ങിവരവ്. കയ്യിലുള്ള ചില്ലറയ്ക്ക് 2 ദിവസം കറി വയ്ക്കാനുള്ള പച്ചക്കറിയോ ചന്തയിലെ ഏറ്റവും വിലക്കുറഞ്ഞ മത്സ്യമോ വാങ്ങിയിരിക്കും. നടന്നു പോകുന്ന വഴിയരികിലുള്ള ഏതെങ്കിലും ബന്ധുവീടുകളിൽ സന്ദർശിക്കാൻ മറക്കാറില്ല അച്ഛമ്മ. അത് കാരണം വലിയ ദാഹവും വിശപ്പും ഒന്നും ഉണ്ടാവാറില്ല താനും. സുമയ്ക്കും ഉത്സാഹമാണ് കൂട്ടുപോകാൻ. അച്ഛമ്മയുടെ 1-2 ബന്ധുവീടുകളാണ് ആ വഴിക്കുള്ളത്. അവരുടെ വക സമ്മാനമായി ഒരു മൂട് കപ്പയോ ഒരു ചക്കയോ മാങ്ങയോ പപ്പായയോ ഒക്കെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരികയും ചെയ്യും. തനിക്കും ദേവിക്കും അത് കാണുമ്പോഴൊക്കെ ഉള്ളിൽ അരിശം കയറും. എന്തിനാ അച്ഛമ്മേ ഇതൊക്കെ വാങ്ങാൻ നിൽക്കുന്നത്? ഒരുമാതിരി പിച്ചക്കാരെ പോലെ ഒരിക്കൽ താൻ ചോദിക്കുകയും ചെയ്തു. പോടി, എൻ്റെ ആൾക്കാർ നല്ല മനസ്സോടെ തരുന്നതാ. കൈനീട്ടം വാങ്ങുന്നതിൽ ഒരു കുറച്ചിലും എനിക്കില്ല. അച്ഛമ്മ പറയുന്ന ബന്ധുക്കളെയൊന്നും ഇങ്ങോട്ട് കാണാറില്ലല്ലോ. അതൊക്കെ തരുന്നത് അച്ഛമ്മ അങ്ങോട്ട് ചെല്ലുമ്പോഴാണല്ലോ. അതിനും മറുപടി ഉണ്ടായില്ല. അധികം നിഗളിക്കണ്ട. ഇവിടെ ദിവസം കഴിച്ചു കൂട്ടുന്ന പാട് എനിക്കല്ലേ അറിയൂ എന്നൊരു പല്ലവിയുമായി സഞ്ചിയഴിച്ച് അതിലുണ്ടായിരുന്നതൊക്കെ എടുത്തു വെക്കാൻ നോക്കൂ അച്ഛമ്മ. പിന്നീട് അതൊക്കെ തീരുന്നത് വരെ പുറത്തു നിന്നും ഒന്നും വാങ്ങാറില്ല. വാങ്ങാൻ രൂപയൊന്നും ഉണ്ടാവാറില്ലെന്നതാണ് സത്യം. ദിവസം ചെല്ലുന്തോറും കടയിൽ നിന്നുമുള്ള വരുമാനം കുറഞ്ഞുകൊണ്ടിരുന്നു. നട്ടെല്ല് ചതഞ്ഞ ഓടിട്ട ഒരു നീണ്ട പുരയിലെ ഒരൊറ്റ മുറി കടയായിരുന്നു അച്ഛൻ്റേത്. തൊട്ടടുത്ത മുറി ബാർബർ ഷോപ്പ്, പിന്നെ ഒരു ചായക്കടയും. തുച്ഛമായ വാടകയായിരുന്നു ആ കടകൾക്കൊക്കെ. മുത്തച്ഛൻ്റെ കാലത്ത് കൊടുത്തിരുന്ന അതേ വാടക. പഴക്കം കൊണ്ട് എപ്പോഴാണ് ആ കടകളുടെ മേൽക്കൂര നിലം പൊത്തുന്നതെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥ. റോഡിന് എതിർവശത്ത് പുതിയ ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉയരുകയും മാത്സര്യ ബുദ്ധിയോടുകൂടി അതിൽ പുതിയ കടകൾ തുറക്കുകയും ചെയ്തതാണ് കച്ചവടം തളരാൻ കാരണം. അച്ഛൻ വാങ്ങിവെച്ചിരുന്ന സാധനങ്ങളൊക്കെ സ്ഥാനം മാറാതെ ഒരേ ഇരിപ്പ് ഇരുന്നു. താൻ പോരുന്ന സമയത്ത് അച്ഛൻ ബീഡി തെറുക്കാൻ തുടങ്ങിയിരുന്നു. നിത്യചെലവുകൾക്ക് മറ്റൊരു മാർഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഉള്ളിൽ വ്യാകുലതയേറുന്നു. താൻ ദിവസവും ബസ് യാത്രയ്ക്കെടുക്കുന്ന തുക ഒരധിക ചെലവാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു.
മാസം 10-50 രൂപയെങ്കിലും അതിനായി മാറ്റി വെക്കേണ്ടി വരും. തന്നെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തുകയാണത്. സ്കൂളിനടുത്ത് എവിടെയെങ്കിലും താമസ സൗകര്യം ലഭിച്ചിരുന്നുവെങ്കിൽ. സഹപ്രവർത്തകരിൽ പകുതി ആൾക്കാരും തന്നെപ്പോലെ പരദേശികളാണ്. പക്ഷേ അവർ താമസിക്കുന്ന ലോഡ്ജുകളിലൊന്നും ഒരാളെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള ഇടമില്ല. ഇപ്പോൾ തന്നെ അധികപ്പറ്റാണ് പോലും. സ്റ്റാഫ് റൂമിൽ ചെന്ന് കയറി കുടയും ബാഗും ഒതുക്കി വെക്കുന്നതിനിടയിൽ മുറിയുടെ ഏതോ കോണിൽ നിന്നും കുമുദിനി ടീച്ചറുടെ സ്വരം ഉയർന്നു. എടോ, കുറച്ചു ദൂരം ദിവസവും നടക്കാൻ തയ്യാറാണെങ്കിൽ താമസ സൗകര്യം ഞാൻ ഒപ്പിച്ചു തരാം. ഉദ്യോഗതയുടെ മുഖമുയർത്തി നിറകൺചിരിയുമായി ടീച്ചർ മുഖത്തേക്ക് നോക്കിയിരുന്നു. എവിടെയാണ്? ഉള്ളിൽ തിരിനീട്ടുന്ന ആകാംക്ഷ അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. കുറച്ചു ദൂരമുണ്ട് ഇവിടുന്ന്. താൻ തയ്യാറാണോ? ആരോഗ്യത്തിന് നല്ലതല്ലേ നടത്തം? കേട്ടുകൊണ്ടിരുന്ന വത്സലയുടെ പ്രതികരണം. സ്റ്റാഫ് റൂം പകുതിയും ഒഴിഞ്ഞുകിടക്കുകയാണ്. ടീച്ചേഴ്സ് ഓരോരുത്തരായി വന്നു തുടങ്ങുന്നതേയുള്ളൂ. 10:30-ക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. മായ ബസ്സിറങ്ങി ഇവിടം വരെ നടക്കുകയല്ലേ ദിവസവും. അതുകൊണ്ടാണല്ലോ ദൂരം. കൊടുങ്ങല്ലൂർക്കാരി മീനാക്ഷിയുടെ അഭിപ്രായമായിരുന്നു അത്. പറഞ്ഞത് ശരിയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ തിരക്കിലൂടെ ഊളിയിട്ട് പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടണം. പിന്നെയും നടക്കാനുണ്ട് 1-2 ഫർലോങ്. അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ അവിടെ നിന്ന് കയറണം. വീണ്ടും കയ്യിൽ നിന്ന് കാശ് പോകും. ഞാൻ എത്ര വേണമെങ്കിലും നടന്നോളാം ടീച്ചറെ. ഈ ബസ് യാത്ര എന്തായാലും വയ്യ. സത്യാവസ്ഥ പറയാൻ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. കുമുദിനി ടീച്ചറിന്റെ മുഖം തെളിഞ്ഞു. ആദ്യം മുതൽക്കേ കുറച്ചടുപ്പം കാട്ടിയവരാണ്. ഒരു പക്ഷേ ഒരേ ജില്ലയിലുള്ളവരാണെന്നുള്ള പരിഗണന കൊണ്ടാവും. അവരുടെ സ്ഥലപ്പേര് താൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. TTCക്ക് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന രാമചന്ദ്രൻ ടീച്ചറിന്റെ നാട്ടുകാരനായിരുന്നു. ആദ്യം താൻ സ്ഥലമൊക്കെ ഒന്ന് കാണ്. ഇവിടേക്കാവുമ്പോൾ പാടത്തൂടെയേ പോയി വരാൻ പറ്റുള്ളൂ. മഴക്കാലമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സാരമില്ല, എപ്പോഴും മഴക്കാലമാവില്ലല്ലോ. ഉത്സാഹം കെടാതെ തന്നെ മറുപടി പറഞ്ഞു. ഇനിയും തീരുന്നില്ല തടസ്സം. വെള്ളിയാഴ്ച തോറും മായ തനിച്ചാവും. അതെന്തേ? ആകെയുള്ള ടീച്ചേഴ്സ് 3 ഹൈസ്കൂൾക്കാരാണ്. പിന്നെ എൻ്റെ മിസ്റ്ററിൻ്റെ ഓഫീസിലുള്ള 2 പെണ്ണുങ്ങളും. നന്ദിനിന്നോ ചിന്നമ്മയെന്നോ സാർ പേര് പറയുന്നത് കേട്ടു. ടീച്ചറിൻ്റെ ഭർത്താവ് വഴിയുള്ള അന്വേഷണമാണെന്ന് അപ്പോഴാണ് പിടികിട്ടിയത്. അവർ കുടുംബമായാണ് താമസം. ടീച്ചറിൻ്റെ സൗകര്യാർത്ഥം സാർ ഇവിടേക്ക് മാറ്റം വാങ്ങുകയായിരുന്നു. ഉള്ളിൽ കൃതജ്ഞത പീലി വിടർത്തി. അപരിചിതർ പോലും തനിക്ക് വേണ്ടി താമസ സൗകര്യം അന്വേഷിക്കുന്നു. മായ എന്തു പറയുന്നു? ഒരു ദിവസത്തെ ബുദ്ധിമുട്ടല്ലേ, ഞാൻ തനിച്ചിരുന്നോളാം. എന്തായാലും അയൽവക്കത്തൊക്കെ മനുഷ്യരുണ്ടാവുമല്ലോ. എന്തിനും മനസ്സ് സന്നദ്ധമായി. ഹൈസ്കൂളുകൾക്ക് സാധാരണ പോലെ തന്നെയാണ് അവധി. മുസ്ലിം ഭൂരിപക്ഷമുള്ള വിദ്യാർത്ഥികളുള്ള സ്കൂളുകൾക്കാണ് വെള്ളിയാഴ്ച ഒഴിവു നൽകിയിരിക്കുന്നത്. പകരം പിറ്റേ ദിവസം വർക്ക് ചെയ്യണം. കുമുദിനി ടീച്ചർ പിന്നീടൊന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയില്ല. തനിക്ക് സമ്മതമാണെങ്കിൽ പെട്ടിയും കിടക്കയുമായി ചെല്ലാനുള്ള അനുമതിയും നേടിയിട്ടാണ് ടീച്ചറിന്റെ വരവ്. കഴിഞ്ഞ 2-3 ദിവസമായി ഇക്കാര്യം പറഞ്ഞ് ഭർത്താവിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു അത്രേ. വീടും പരിസരവും ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് മതി കൂടുമാറ്റമെന്ന് ടീച്ചർ പറഞ്ഞു. കേട്ടിരുന്നവരുടെ അഭിപ്രായവും മറ്റൊന്നായിരുന്നില്ല. ഉച്ചയ്ക്കുള്ള ഇടവേളയിൽ ഇരുവരും യാത്രയായി. ഹെഡ് മാസ്റ്ററോട് പ്രത്യേക അനുവാദം വാങ്ങിയിരുന്നു. പോയി വരാൻ സമയമെടുക്കുമെന്നല്ലാതെ അത്രത്തോളം വേണ്ടിവരുമെന്നൊന്നും കുമുദിനി ടീച്ചറിനും നിശ്ചയമുണ്ടായിരുന്നില്ലല്ലോ. മഴ രാവിലെ നന്നായി പെയ്തൊഴിഞ്ഞിരുന്നതുകൊണ്ട് സൂര്യൻ പതിവ് തെറ്റിച്ച് ഇടയ്ക്കിടെ തല നീട്ടിയിരുന്നു. വെയിലിന്റെ തൊങ്ങലുകൾ ഞാന്നു കിടന്നിരുന്ന തെങ്ങിൻ തോപ്പുകൾ 1-2 കടന്നു ചെല്ലുന്നത് കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു പരന്നു കിടന്നിരുന്ന നെൽപ്പാടങ്ങളിലേക്കാണ്. ഇതിന്റെ ഏതോ ഒരറ്റത്താണ് ഈ പറഞ്ഞ വീട്. ടീച്ചർ പറയുന്നത് കേട്ടു. കണ്ണുകൾ ഉയർത്തി 4 പാടും നോക്കി. മരക്കൂട്ടങ്ങളാണ് എവിടെയും. വയലുകൾക്ക് അതിരിട്ടതുപോലെ. ഒരൊറ്റ വീടും കാണാനില്ല. വഴിയറിയാവുന്ന ഒരു കുട്ടിയെ ഒപ്പം കൂട്ടിയിരുന്നു. സ്കൂളിലെ ഏറ്റവും മുതിർന്നവൻ. 7B-യിലെ കുഞ്ഞലവി. പഠിപ്പിൽ പിന്നോക്കമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവന് സാമർഥ്യം. 3 ദിവസം കൊണ്ട് കുഞ്ഞലവിയുടെ വിജ്ഞാനം വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. 10-ാം തരത്തിലെത്തേണ്ട പ്രായവുമുണ്ട്.
ലോഡ്ജിനെക്കുറിച്ചൊന്നും അവന് അറിയില്ലെന്ന മുൻവിധി വെച്ചുകൊണ്ട് ആ ഭാഗത്തെ ഏതോ ഒരു വലിയ വീടിൻ്റെ പേരാണ് കുമുദിനി ടീച്ചർ അന്വേഷിച്ചത്. കേട്ട മാത്രയിൽ കുഞ്ഞുനവി തലകുലുക്കി. "നമുക്കറിയാം ടീച്ചറെ, പറമ്പില് വലിയൊരു കുളമുള്ള വീടല്ലേ. കുളത്തിൻ്റെയും തൊടിയുടെയും കാര്യമൊന്നും എനിക്കറിയില്ല." "വെറ്റിലപ്പറമ്പെന്ന് തന്നെയാണോ കുളമുള്ള വീടിൻ്റെ പേരും?" ടീച്ചർ സംശയം തീർക്കാനായി ചോദിച്ചു. "ഉവ്, ആ പേരുള്ള ഒരൊറ്റ വീടേ ഈ സ്ഥലത്തുള്ളൂ." അതേക്കുറിച്ച് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നുവെന്ന് തോന്നി. "നിന്റെ വീട് അവിടെയൊന്നുമല്ലല്ലോ കുഞ്ഞലവി, പിന്നെങ്ങനെയാ നിനക്ക് പരിചയം?" "അടയ്ക്ക വാങ്ങാൻ ഞാനും ഉപ്പയും പോവാറുണ്ട് അവിടെയൊക്കെ." മൊട്ടത്തല തടവിക്കൊണ്ടായിരുന്നു ഉത്തരം. ഒട്ടൊരു ജാള്യവുമുണ്ടായിരുന്നു അവൻ്റെ നിൽപ്പിലും ഭാവത്തിലും. കുമുദിനി ടീച്ചറിൻ്റെ മുഖം തെളിഞ്ഞു. "എന്നാൽ പറയ്, അവിടെ അടുത്ത് ടീച്ചർമാർ താമസിക്കുന്ന വീടേതാണ്?" ടീച്ചർ അടുത്ത നമ്പറിട്ടു. "വെറ്റിലപ്പറമ്പിൻ്റെ തൊട്ടടുത്ത ആ വീട്." പൊടുന്നനെയായിരുന്നു മറുപടി. "നീ മിടുക്കനാണല്ലോ കുഞ്ഞലവി." ആ അഭിനന്ദനം അവന് വല്ലാതെ ബോധിച്ചു. പിന്നെ ചോദ്യങ്ങളില്ലാതെ തന്നെയായിരുന്നു വിവരണവും. "വെറ്റിലപ്പറമ്പുകാരുടേതാ ആ വീടും. താമസിക്കാൻ ആളില്ലാഞ്ഞിട്ട് അവിടേക്ക് കൊടുത്തിരിക്കീയ. ആ പറമ്പിലെ അടയ്ക്കയും ഞമ്മളാ എടുക്കുന്നേ. വഴികാട്ടാൻ വിളിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ." 100 വട്ടം സമ്മതമായി കുഞ്ഞലവിക്ക്. വഴുക്കലുള്ള പാടവരമ്പിലൂടെ ആയാസപ്പെട്ടായിരുന്നു യാത്ര. എന്നിട്ടും കുഞ്ഞലവി മുൻപിലെത്തിയിരിക്കുന്നു. "ഈ വഴി നടന്ന് അവന് നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു," താൻ പറഞ്ഞു. "സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചെളിയിലേക്കാവും വീഴ്ച." സാരി മുട്ടോളം ഉയർത്തിപ്പിടിച്ച് കാലടികളിൽ നിന്നും കണ്ണെടുക്കാതെയായിരുന്നു ടീച്ചറിൻ്റെ നടപ്പ്. കുറച്ചു ദിവസം നടന്നു കഴിയുമ്പോൾ പരിചയമാവും. മനസ്സ് സമാധാനം കണ്ടെത്തി. പാടം കഴിഞ്ഞാൽ ഒരു വലിയ കയറ്റമുണ്ട്, തനി കല്ലുംപുറം. വെട്ടിത്താഴ്ത്തിയ വഴികളിലൂടെ വേണം മുന്നോട്ട് നടക്കാൻ. ഒരാൾക്ക് കൈവീശി നടന്നു പോകാനുള്ള വീതിയേ ആ വെട്ടുവഴിക്കുള്ളൂ. ഇരുവശത്തുമുള്ള പറമ്പുകൾക്ക് നല്ല ഉയരമുണ്ട്. ആ വഴിയോരത്ത് 3-4 വീടുകൾ ഉണ്ടായിരുന്നു. അപരിചിതരെ കണ്ടതുകൊണ്ടാവാം ആരൊക്കെയോ ഇറങ്ങി വന്ന് നോക്കുന്നത് കണ്ടു. ഉള്ളിൽ ആശ്വാസത്തിൻ്റെ തണുപ്പ് വീണു. പാടത്തിറങ്ങിയതിന് ശേഷം മനുഷ്യരെ കാണുന്നത് ആദ്യമായാണ്. "എത്താറായോ കുഞ്ഞലവി?" കയറ്റം കയറി കിതപ്പാറ്റുന്നതിനിടയിൽ ടീച്ചർ വിളിച്ചു ചോദിച്ചു. "എത്തിപ്പോയി ടീച്ചറെ. ദേ ആ കാണുന്നതാണ് വെറ്റിലപ്പറമ്പ്. അവിടുന്ന് 2 അടി നടന്നാൽ മതി." അവൻ ചൂണ്ടിക്കാട്ടിത്തന്ന വീടാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. വിശാലമായ പറമ്പിൻ്റെ മധ്യത്തായിരുന്നു ആ വലിയ കെട്ടിടം. വഴിയിൽ നിന്നും കുറച്ച് ഉയരത്തിലാണ് പറമ്പ്. അത് കാരണം മാളികപ്പുരയെ ദൃശ്യമായിരുന്നുള്ളൂ. മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നോട്ടം ഉള്ളിലേക്ക് വീണു. സാമാന്യം വലിയൊരു പടിപ്പുരയുണ്ട് വെട്ടുവഴിക്കരികിലായി. അത് കടന്നാലും വീട്ടുമുറ്റത്തേക്ക് പിന്നെയും പടികൾ താണ്ടണം. ദേ അതാണ് ടീച്ചർമാരുടെ പുര. വെറ്റിലപ്പറമ്പിന് നേരെ എതിർവശത്തായി അത്രയും ഉയരത്തിലല്ലാത്ത ഒരു പറമ്പിലായിരുന്നു അത്. പടിപ്പുരയൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യാലകൾക്കിടയിലായി കന്നുകാലികൾ കയറാതിരിക്കാൻ 2 കമ്പുകൾ കുറുകെ പിടിപ്പിച്ച ഒരു കവാടം. അതിനു മേലൂടെ കാലെടുത്ത് വെച്ച് വേണം അകത്ത് കടക്കാൻ. ആ വീടും പറമ്പുമൊക്കെ നിതാന്ത നിശബ്ദതയിൽ അമർന്നു കിടക്കുകയായിരുന്നു. നോക്കുന്നിടത്തെല്ലാം ഫലവൃക്ഷങ്ങളാണ്. പറമ്പിൻ്റെ 4 അതിരുകളിലും കാവൽ ഭടന്മാരെപ്പോലുള്ള കമുകുകൾ. വെറ്റിലക്കൊടികളും ധാരാളം. ആരോ ശ്രദ്ധാപൂർവം അവയെ പരിപാലിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴറിയാം. എന്തായാലും ഇവിടുത്തെ അന്തേവാസികളാവില്ല. സിമന്റിട്ട മുറ്റം കടന്ന് അരഭിത്തി കെട്ടിമറച്ച തുറന്നു കിടന്നിരുന്ന പൂമുഖം വരെ നടന്നു ചെന്നു. ഫർണിച്ചർ എന്ന് പറയാൻ ആകെ ഒരു ബെഞ്ചുണ്ടായിരുന്നു അവിടെ. "നല്ല അന്തരീക്ഷം ഇല്ലേ മായ?" ടീച്ചർ ചോദിച്ചു. "ഉവ്." മറുപടി പറയുമ്പോൾ വെള്ളിയാഴ്ചകളെക്കുറിച്ചായിരുന്നു ചിന്ത. "ദൂരം കുറച്ചുണ്ട്. മായയ്ക്ക് രാവിലെയും വൈകുന്നേരവും കൂടി 1-1.5 മണിക്കൂറെങ്കിലും നടക്കേണ്ടി വരും." "അത് സാരമില്ലായിരുന്നു. ഒരു പകൽ തനിച്ചാവുമ്പോഴത്തെ കാര്യമാണ്. എന്തിനാ പേടിക്കുന്നേ? വീടിൻ്റെ ഉടമസ്ഥരല്ലേ ദേ അവിടെ." ടീച്ചർ നേരെ എതിർവശത്തേക്ക് നോക്കി തുടർന്നു. "അവരുടെ നോട്ടം ഉണ്ടാവാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിലും അയൽവക്കവുമല്ലേ." തൻ്റെ ശ്രദ്ധയും അങ്ങോട്ടേക്കായി. "ഉമ്മറത്തിരുന്നാൽ മാളികപ്പുര നന്നായി കാണാം." എത്ര ശ്രമിച്ചിട്ടും പകുതി തുറന്നു കിടന്നിരുന്ന ആ വരാന്തയ്ക്കപ്പുറത്തേക്ക് നോട്ടം ചെന്നെത്തുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മൗനം കണ്ടിട്ടാവും ടീച്ചർ പറഞ്ഞു. "അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കാം. സ്കൂളിനടുത്ത് എവിടെയെങ്കിലും ഒരൊഴിവ് വരട്ടെ." അതിനും സമ്മതമായിരുന്നില്ല മനസ്സ്. വീടും അന്തരീക്ഷവും ഒക്കെ തനിക്കിഷ്ടമായി.
വസുമതി ചേച്ചി താമസിക്കുന്നിടത്തേക്കാൾ എത്രയോ വലുതാണ് ഈ വീട്. അവിടെ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പെട്ടിയും പ്രമാണങ്ങളും കൊണ്ട് നിന്ന് തിരിയാൻ പോലും ഇടമില്ല. ഇവിടെയാണെങ്കിൽ ആകെ 5 പേർ. താൻ കൂടി വന്നാലും പിന്നെയും ഉണ്ടാവും ധാരാളം സ്ഥലം. അത്രയ്ക്കും സൗകര്യമുണ്ടെന്ന് തോന്നുന്നു. ഒരു തീരുമാനവും എടുക്കാനാവാതെ മടങ്ങി വരുമ്പോഴും വെള്ളിയാഴ്ചകൾ ഒരു വലിയ കീറാമുട്ടിയായി മുന്നിൽ കിടന്നു. പിന്നീട് ആ വെള്ളിയാഴ്ചകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ മായ കാത്തിരുന്നതും. അധ്യായം 6. എല്ലാം അടുക്കിപ്പെറുക്കി വെക്കാൻ വസുമതി ചേച്ചി സഹായിച്ചു. സാധനങ്ങൾ കുറച്ചൊന്നുമല്ല വാങ്ങിക്കൂട്ടിയിരുന്നത്. എന്നിട്ടും പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞ് പലതും താൻ മാറ്റി വയ്ക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന തുകയുടെ കനം തനിക്കല്ലേ അറിയുമായിരുന്നുള്ളൂ. അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് ചേച്ചിയാണ്. കുഞ്ഞമ്മാവൻ മടങ്ങിപ്പോയ ദിവസം ടൗണിൽ നിന്ന് തന്നെയാണ് അവയൊക്കെ വാങ്ങിയതും. കിടക്കാൻ പായും തലയണയും പുതയ്ക്കാൻ ഒരു കിടക്കവിരിയും മാത്രം മതിയെന്ന് വച്ചു. കിടക്കയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അങ്ങനെയൊന്ന് ഉപയോഗിച്ചിരുന്നില്ല അതുവരെ. വീട്ടിൽ പേരിന് പോലും ഒരു കിടക്കയുണ്ടായിരുന്നില്ലല്ലോ. കുരുമുളകും ഉപ്പും ചേർത്ത് പൊടിച്ചു വെച്ചിരുന്ന ഉമ്മിക്കരി ബാഗിലിരുന്നതുകൊണ്ട് പേസ്റ്റും ബ്രഷും പിന്നീട് വാങ്ങാമെന്ന് കരുതി. മുഖം നോക്കാനായി കണ്ണാടിയും വേണമെന്ന് തോന്നിയില്ല. പൗഡറും ചീപ്പും മാത്രം വാങ്ങി. ചാന്ത് കയ്യിലുണ്ടായിരുന്നു. അത്യാവശ്യം മുഖം മിനുക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കണ്ണാടി ഉണ്ടല്ലോ. പുതിയ സ്ഥലത്ത് ആരുടെയെങ്കിലും കയ്യിൽ കാണാതിരിക്കില്ല. എല്ലാം കൂടി ഒരു വീട്ടിലേക്കുള്ളതുണ്ടല്ലോ മോളെ. പിരിഞ്ഞു പോരുമ്പോൾ ഇതൊക്കെ ഇവിടെ കളയാനല്ലേ പറ്റൂ. ഒരു കയ്യിൽ പ്ലാസ്റ്റിക് ബക്കറ്റും മറുകൈയിൽ പായും തലയിണയും പൊതിഞ്ഞു കെട്ടി നടക്കുന്നതിനിടയിൽ കുഞ്ഞമ്മാവൻ അന്ന് പറയുകയുണ്ടായി, കയ്യിലെടുക്കാവുന്നതൊക്കെ കൊണ്ടുവരാം. വെറുതെ പറഞ്ഞു. ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഉണ്ടോ നിനക്ക്? അടുത്ത ചോദ്യം. ഉണ്ട്. രണ്ടക്ഷരത്തിൽ മറുപടി പറയുമ്പോൾ ഉള്ളിൽ മറ്റൊന്നായിരുന്നു. ബാഗിലുണ്ടായിരുന്ന അവസാനത്തെ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. മുഷിഞ്ഞതൊക്കെ ഇന്നലെ നനച്ചിടുമ്പോൾ കിണറ്റുകരയിൽ വന്ന് മറ്റാരും കേൾക്കാതെ ചേച്ചി പറഞ്ഞു, മായയ്ക്ക് വേണമെങ്കിൽ 1-2 സാരി ഞാൻ കടമെടുത്ത് തരാം. ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ നിന്ന് കടം കിട്ടും. ശമ്പളം കിട്ടുമ്പോൾ ഇൻസ്റ്റാൾമെന്റായി കൊടുത്താൽ മതി. പുറത്തുടുക്കാൻ തനിക്ക് 3 സാരിയേ ഉള്ളൂ എന്ന് ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2 വീട്ടിലുടുത്തു തുടങ്ങിയിരുന്നു. പാവാടയും ബ്ലൗസും ഇനി വയ്യ. അല്ലെങ്കിലും അതൊന്നും കൊണ്ടുവന്നതുമില്ല. ഇപ്പോ വേണ്ട ചേച്ചി, ശമ്പളം കിട്ടിയിട്ടെങ്ങാനും വാങ്ങാം. മനസ്സ് ഒന്നിടറിയെങ്കിലും പെട്ടെന്ന് സമനില വീണ്ടെടുക്കാൻ കഴിഞ്ഞു. തൻ്റെ ഈ യാത്ര അച്ഛനെ 100 രൂപയ്ക്ക് കടക്കാരനാക്കിയിട്ടുണ്ട്. അതാദ്യം വീട്ടണം. അച്ഛനെക്കൊണ്ട് അതിന് കഴിയില്ലെന്നറിയാം. കടമൊക്കെ തീർത്തിട്ട് മതി തനിക്കിനി ആഡംബരം. പിന്നീട് ചേച്ചി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എല്ലാം കെട്ടിപ്പെറുക്കി ഞായറാഴ്ച രാവിലെ പുതിയ താവളത്തിലേക്ക് പുറപ്പെട്ടു. വസുമതി ചേച്ചിയും നളിനി ടീച്ചറും കൂടെ വന്നു. അവർക്കും ചുമക്കാനുണ്ടായിരുന്നു തൻ്റെ പൊറുതി സാധനങ്ങൾ. കോഴിക്കോട്ടേക്ക് നേരെ പോകുന്ന ബസ്സിൽ കയറി സ്കൂളിൻ്റെ മുമ്പിലിറങ്ങി. പിന്നെ ദൂരം താണ്ടുകയായിരുന്നു. ഇതിനേക്കാൾ ബസ് യാത്രയായിരുന്നില്ലേ മായയെ നല്ലത്? നളിനി ടീച്ചർ ചോദിച്ചു. നടക്കാൻ എനിക്കിഷ്ടാ. പിന്നെ അവിടുന്ന് രാവിലെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങേണ്ടി വരും. അത്രയേയുള്ളൂ മായയുടെ ഇഷ്ടം. പിന്നീട് അവരൊന്നും പറഞ്ഞില്ല. വസുമതി ചേച്ചിക്ക് അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോഡ്ജിൽ കൊണ്ടാക്കി മടങ്ങുമ്പോൾ ചേച്ചി പറഞ്ഞു, പെരുമാറ്റം കണ്ടിട്ട് നളിനിയും ചിന്നയമ്മയും ഒക്കെ നല്ലവരാണെന്ന് തോന്നുന്നു. മായയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി വേണം ഇടപെടാൻ. ഒരു കൂടപ്പിറപ്പിന്റെ അടുപ്പം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ശേഷിച്ച 3 പേരെ അവർക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. തുണി നനയ്ക്കാനും കുളിക്കാനുമൊക്കെ അവർ വെറ്റിലപ്പറമ്പുകാരുടെ കുളത്തിലേക്ക് പോയിരുന്നു എന്നറിഞ്ഞു. അവരെ നോക്കിയിരുന്നാൽ വൈകിയേക്കുമെന്ന് കരുതിയാണ് ചേച്ചിയും നളിനി ടീച്ചറും യാത്ര പറഞ്ഞത്. ഒന്ന് നടുനിവർക്കട്ടെ കൊച്ചേ. രാവിലെ മുതൽ ഒറ്റ നിൽപ്പായിരുന്നു അടുക്കളയിൽ. ഒപ്പം നിന്നവരെ യാത്രയാക്കി പടിക്കൽ നിന്നും തിരിച്ചു വരുമ്പോഴേക്കും നന്ദിനി ചേച്ചി ഉമ്മറത്തെ ബെഞ്ചിൽ കിടന്നു കഴിഞ്ഞിരുന്നു. അന്നത്തെ മെസ്സിന്റെ ചുമതല അവർക്കും ചിന്നമ്മയ്ക്കുമായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞതോർത്തു. കട്ടൻ കാപ്പിയും വാഴപ്പഴവും തന്ന് സൽക്കരിക്കാൻ ആ തിരക്കിനിടയിലും അവർ മറന്നില്ല. ഉമ്മറത്തിരുന്ന ബക്കറ്റും പൊതികളുമൊക്കെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവയ്ക്കാൻ ചിന്നമ്മയും കൂടി. പൂമുഖത്ത് നിന്ന് കയറുന്ന മുറി വെറുതെ ഒഴിച്ചിട്ടിരുന്നു. അതിൻ്റെ
അതിനിരുവശത്തെ വലിയ മുറികളായിരുന്നു കിടക്കാൻ ഉപയോഗിച്ചിരുന്നത്. നളിനി ചിന്നമ്മയും നളിനി ചേച്ചിയും കിടന്നിരുന്ന മുറി തന്നെയായിരുന്നു തനിക്കും. സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കാൻ ചിന്നമ്മ സഹായിച്ചു. വലിയ നാട്യങ്ങളൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി. തന്നേക്കാൾ മൂപ്പുണ്ടാവും. ജോലി കിട്ടിയിട്ട് അധിക നാളായിട്ടില്ല. ലേശം നിറക്കുറവുണ്ടെങ്കിലും കാഴ്ചയിൽ സുന്ദരിയാണ്. നന്ദിനി ചേച്ചിക്ക് 40 വയസ്സെങ്കിലും മതിക്കും. പ്രൊമോഷനായി വന്നതാണ്. നാട്ടിലേക്കൊരു മാറ്റം കിട്ടാൻ കഴിഞ്ഞ 1 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ 3 പേരുണ്ട്. മൂത്തവർ 2ഉം ഹൈസ്കൂളിലാണ്. ഇളയവൻ 6ാം തരത്തിലും. ഭർത്താവിന് നാട്ടിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. കുടുംബ വീട്ടിലായതുകൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും നോക്കിക്കൊള്ളും. എന്നാലും മാസത്തിലൊരിക്കലെങ്കിലും ചേച്ചി നാട്ടിലേക്ക് വണ്ടി കയറും. ചിന്നമ്മ ആകെ ഒരിക്കലേ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. അടുത്ത യാത്ര ഇനി ഓണാവധിക്ക്. ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്നമ്മ ഇരുവരെയും കുറിച്ച് ഒരേകദേശ രൂപം തന്നു. മായയ്ക്ക് എങ്ങനാ ഇത്ര മുടിയുണ്ടായത്? ഇടയ്ക്ക് ഒരന്വേഷണമുണ്ടായി. തനിയെ വളർന്നതാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അനിയത്തിമാർക്കുമുണ്ടോ ഇതുപോലെ മുടി? തൻ്റെ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ഇതിനകം മനസ്സിലാക്കിയിരുന്നു ചിന്നമ്മ. ഉവ്, ഞാൻ ചെറുപ്പത്തിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നോ. മുടിയൊന്ന് വളർന്നു കിട്ടാൻ ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല. എലിവാല് പോലെ കിടന്ന മുടിയെടുത്ത് മുൻപോട്ട് ഇട്ടുകൊണ്ടായിരുന്നു ചിന്നമ്മയുടെ പരിദേവനം. വെറുതെ ചിരിച്ചു. ഇത്രയും മുടി തനിക്കൊരു ഭാരമാണ്. കുളിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിക്കിട്ടാൻ സമയമെടുക്കും. എണ്ണയും വേണം കുറേയധികം. 3 എണ്ണത്തിനും കൂടി ഇത്തിരി എണ്ണയൊന്നുമല്ലല്ലോ വേണ്ടത്. തുമ്പ് കുറച്ചൊക്കെ മുറിച്ചു കള പിള്ളേരെ. എണ്ണയുടെ ചിലവ് കാണുമ്പോൾ അച്ചമ്മ ഇടയ്ക്കിടെ പറയാറുള്ളതോർത്തു. സംസാരത്തിനിടയിലാണ് കുളിക്കാൻ പോയവർ മടങ്ങി വന്നത്. നടുമുറിയിലേക്ക് കടന്നു വന്ന 3 പേരും വാതിലിന് നേരെ ഇരുന്നിരുന്ന തന്നെയൊന്ന് നോക്കിയെന്ന് വരുത്തി. നേരിയൊരു പുഞ്ചിരി ആ മുഖങ്ങൾ ഉണ്ടായിരുന്നുവോ? സംശയമാണ്. ആരെങ്കിലും തെല്ലിട നിൽക്കുകയോ ഒരു വാക്ക് ചോദിക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. ഒരു പുതിയ മുഖം ഒപ്പം താമസിക്കാനെത്തിയെന്ന പരിഗണനയൊന്നും അവരുടെ ചലനങ്ങളിൽ കണ്ടതുമില്ല. ചിന്നമ്മയുടെ മുഖത്തേക്ക് കണ്ണുകൾ വീണു. സഹജീവികളാണ് കേട്ടോ ഇങ്ങനെയാ പ്രകൃതം. മായയ്ക്ക് അവരെപ്പോലെ ഡിഗ്രി ഒന്നുമില്ലാഞ്ഞിട്ടാവും. കുറച്ചകലത്തിൽ നിന്നാ മതി. ആ ഒച്ച താഴ്ന്നിരുന്നു. എന്ന് വെച്ചാൽ അതുവരെ ഉള്ളിൽ തിരയടിച്ചു നിന്നിരുന്ന ഉത്സാഹമൊക്കെ അതോടെ കെട്ടടങ്ങി. ഹൈസ്കൂൾ ടീച്ചേഴ്സാണ് 3 പേരും. രൂപ കൊടുത്ത് വാങ്ങിയ പോസ്റ്റാ. കാശുള്ളിടത്തെയാണെന്ന ഹുങ്കുമുണ്ട്. മായ അതൊന്നും സാരമാക്കണ്ട. പുത്തരിയിൽ തന്നെ കല്ല് കടിച്ച പ്രതീതി. ഒരു വാക്കെങ്കിലും ചോദിക്കാമായിരുന്നു അവർക്ക്. കുറഞ്ഞപക്ഷം തൻ്റെ പേരെങ്കിലും. അതാണല്ലോ സാമാന്യ മര്യാദ. ആരുടെയും സൗജന്യം പറ്റി കഴിയാനല്ലല്ലോ താൻ ചെന്നത്. ഉത്തരമില്ലാത്ത ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉള്ളിൽ കിടന്ന് മുട്ടിത്തിരിഞ്ഞു. വിശക്കുന്നില്ലേ രണ്ടാൾക്കും? വാതിൽക്കൽ നന്ദിനി ചേച്ചി. ചിന്നമ്മയും എഴുന്നേറ്റു. പ്ലേറ്റും ഗ്ലാസും ഒക്കെ മായ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്. എന്നാൽ വന്നോളൂ, ചോറ് വിളമ്പാൻ പോവുക. ഒട്ടൊരു നിർവികാരതയോടെയാണ് അവരെ പിന്തുടർന്നത്. അപ്പുറത്തെ മുറിയിൽ നിന്നും ചിരിയും സംസാരവും ഒക്കെ ഉയർന്നു കേൾക്കുന്നു. സത്യത്തിൽ ലോഡ്ജിന് ജീവൻ വെച്ചത് ഇപ്പോഴാണെന്നോർത്തു. എത്രയും സ്നേഹം നിറഞ്ഞ ചേച്ചിക്ക്. കത്ത് ഇന്നലെയാണ് കിട്ടിയത്. പോസ്റ്റ്മാൻ കടയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. കിട്ടിയ പാടെ അച്ഛൻ വീട്ടിലേക്ക് വന്നു. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാണ് കത്ത് വായിച്ചു കേട്ടത്. താമസ സൗകര്യം ശരിയാകാഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. ഒരുപാട് ദൂരം ബസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ മുതൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേവലാതിയാണ്. സ്കൂളിനടുത്ത് എവിടെയെങ്കിലും ഇടം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുവാ ഞങ്ങൾ. ചേച്ചി പോയതിൽ പിന്നെ ശ്യാമിന് ഭയങ്കര നിർബന്ധമാണ്. ചേച്ചിയെ അന്വേഷിച്ച് അവിടെ ഒക്കെ നടന്നു. ജോലി കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെന്ത് മനസ്സിലാകാനാ? ചേച്ചിയുടെ കാര്യം പറയുമ്പോഴൊക്കെ അച്ഛൻ്റെ കണ്ണ് നിറയും. ഇത്രയും ദൂരത്തൊക്കെ പറഞ്ഞയക്കേണ്ടതില്ലെന്ന് കൂടെ കൂടെ പറയാറുണ്ട്. ഉള്ളതും കഴിച്ച് ഇവിടെ എങ്ങാനും കിടന്നാൽ മതിയായിരുന്നുവെന്ന്. എല്ലാം നല്ലതിനല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഞങ്ങൾ. ചേച്ചി പോയതിനു ശേഷമുള്ള വിവരമറിയാനായി വന്ന ചിറ്റയും അച്ഛനെ സമാധാനിപ്പിച്ചിട്ടാ പോയത്. എന്നാലും രാത്രി പഴയതുപോലെ ഉറക്കമൊന്നുമില്ല അച്ഛന്. ചേച്ചിയെ ഓർത്തിട്ടാവും. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. മറുപടി അച്ഛൻ്റെ പേരിൽ തന്നെ അയച്ചാൽ മതി.
ചേച്ചി സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എന്ന് സ്വന്തം അനുജത്തി ദേവി. സ്കൂൾ വിലാസത്തിൽ വന്ന ആദ്യത്തെ എഴുത്ത് വായിച്ചു തീർന്നപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലാണ് സാരി തലപ്പെടുത്ത് നനവൊപ്പിയത്. പുതിയ താവളത്തെക്കുറിച്ച് താൻ എഴുതിയ കത്ത് ഒരു പക്ഷേ ഇതിനകം അച്ഛന് കിട്ടിയിട്ടുണ്ടാവും. കുറച്ചെങ്കിലും മനസ്സമാധാനം ഉണ്ടാവാതിരിക്കില്ല. മനഃപൂർവ്വമാണ് നടക്കേണ്ടി വരുന്ന ദൂരത്തെക്കുറിച്ചും വെള്ളിയാഴ്ചയിൽ തനിച്ചാവുന്നതിനെക്കുറിച്ചുമൊന്നും എഴുതാത്തത്. അച്ഛൻ്റെ പ്രകൃതം തനിക്ക് നന്നായി അറിയാം. മനസ്സ് പുണ്ണാക്കാൻ നിസ്സാര കാര്യങ്ങൾ മതി. 2 ദിവസം കൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള നടപ്പ് ശീലമായി കഴിഞ്ഞു. പകുതി ദൂരം ഒരു കൂട്ടം കുട്ടികളുണ്ട് കൂട്ടിന്. രാവിലെ താൻ പാടം കടന്ന് ചെല്ലുന്നതും കാത്ത് വഴിമധ്യേ ഉണ്ടാവും അവർ. പിന്നീട് വിശേഷങ്ങൾ ഒട്ടനവധി കേട്ടുകൊണ്ടാണ് യാത്ര. അവരുടെ ഭാഷയുമായി കുറച്ചൊക്കെ ഇണങ്ങിപ്പോകാൻ തനിക്കിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ ക്ലാസ് മുറികളിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു പിടി വാക്കുകൾക്ക് മുന്നിൽ കണ്ണും മിഴിച്ച് നിൽക്കേണ്ടി വന്നു. ഭിന്നമായ ചര്യകളും അതിലും ഭിന്നമായ ആചാരങ്ങളുമുള്ള ഒരിടത്തേക്കാണ് എത്തിപ്പെട്ടതെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി. ജില്ലയുടെ ആസ്ഥാനം എന്നൊക്കെ പറയാനേ കഴിയൂ. തിക്കും തിരക്കും ബസ് സ്റ്റാൻഡിലും അതിനു ചുറ്റുമുള്ള കവലകളിലും ഒതുങ്ങും. പ്രധാന റോഡുകൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഗ്രാമാന്തരീക്ഷമാണ്. കയറ്റവും ഇറക്കവും കുന്നും താഴ്വാരവും നെൽപ്പാടങ്ങളുമൊക്കെയുള്ള ഒരു പ്രദേശം. ടൗണിൻ്റെ പരിഷ്കാരങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഗ്രാമീണരെയാണ് ചുറ്റും കാണാൻ കഴിയുക. പുതിയ താമസ സ്ഥലത്ത് കിണറുണ്ടായിരുന്നു. പക്ഷേ ആഴം കൂടുതലാണ്. ഒരു തൊട്ടി വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ കുറേ ആയാസപ്പെടേണ്ടി വരും. അത് കാരണം കുളിയും നനയ്ക്കലുമൊക്കെ വീട്ടുടമസ്ഥരുടെ പറമ്പിലുള്ള കുളത്തിലാക്കിയിരുന്നു എല്ലാവരും. ചിന്നമ്മയായിരുന്നു അവിടേക്കുള്ള ആദ്യത്തെ തൻ്റെ വഴികാട്ടി. ലോഡ്ജിനു മുന്നിലുള്ള വെട്ടുവഴിയിലൂടെ വെറ്റിലപ്പറമ്പുകാരുടെ വിശാലമായ തൊടി ചുറ്റി വളഞ്ഞു വേണം കുളത്തിലെത്താൻ. ലേശം ഇറക്കം ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നെൽപ്പാടങ്ങളാണ്. ഈ കാണുന്നതൊക്കെ വെറ്റിലപ്പറമ്പുകാരുടേതാ. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു പരന്നു കിടന്ന വയലുകളിലേക്ക് ചിന്നമ്മ പറഞ്ഞു. വലിയ കൃഷിക്കാരാണെന്ന് തോന്നുന്നു. ഓ, കുളത്തിൻ്റെ കരകളിലും പറമ്പിലുമൊക്കെ കുരുമുളകും വെറ്റിലയുമാണ് കൃഷി. അവ നനയ്ക്കാൻ ഒരു വലിയ പമ്പ് സെറ്റും കുളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൃഷിക്കാരാ, വരുമാനം ഇതിൽ നിന്നൊക്കെ തന്നെ. അർത്ഥോക്തിയിൽ നിർത്തി. പിന്നെ ഒട്ടൊരു ആത്മഗതമെന്നോണം ചിന്നമ്മ പറയുന്നത് കാതിൽ വീണു. സ്വത്തുണ്ടായിട്ടെന്താ കാര്യം? അനുഭവിക്കാനും യോഗം വേണം. ആ വാക്കുകൾ ഉള്ളിൽ ആകാംക്ഷയുണർത്തി. സാരിക്ക് സോപ്പിടുകയായിരുന്നു. കൈകളുടെ ചലനം സാവധാനത്തിലായി. അങ്ങനെ പറഞ്ഞതെന്താ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചിന്നമ്മ തല തിരിച്ച് മുഖത്തേക്ക് നോക്കി. ഞാൻ കരുതി ഈ വീട്ടുകാരെക്കുറിച്ച് ആരെങ്കിലും മായയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല. ആകാംക്ഷ മനസ്സിൻ്റെ ക്ഷമ കെടുത്തിയിരുന്നു അപ്പോഴേക്കും. എന്നോട് ആര് പറയാനാ? പറയണമെങ്കിൽ നന്ദിനി ചേച്ചിയോ ചിന്നമ്മയോ പറയണം. മറ്റവരാരും മിണ്ടില്ലല്ലോ. സങ്കടത്തിൻ്റെ നേരിയ ഒരല നെഞ്ചിൽ വന്നു മുട്ടിയിരുന്നു. ലോഡ്ജിൽ ആകെയുള്ള അടുപ്പം അവരോട് 2 പേരോടുമാണ്. യമുനയും രാധികയും നിസയും ഒക്കെ അത്യാവശ്യത്തിന് സംസാരിച്ചെന്നിരിക്കും. വല്ലാത്ത ഒരപകർഷതാബോധം മനസ്സിൽ വേരോടി തുടങ്ങിയിരിക്കുന്നു. യോജിച്ച ഇടത്തേക്കല്ല വന്നു കയറിയതെന്ന തോന്നൽ. അതിനേക്കാളൊക്കെ എത്ര ഭേദമായിരുന്നു വസുമതി ചേച്ചിയുടെ ലോഡ്ജ്. ഊഷ്മളമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരാണ് എല്ലാവരും. ഹൈസ്കൂൾ ടീച്ചേഴ്സെന്നോ പ്രൈമറിക്കാരെന്നോ ചേരിതിരിവുണ്ടായിരുന്നില്ല. ഇവിടിങ്ങനെയൊരു കനത്ത ഭിത്തിയുണ്ടെന്ന് മുൻകൂട്ടി ആര് കണ്ടു? മാറിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ മനസ്സ് സന്നദ്ധമാക്കുകയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി. മായ ഇതുവരെ മനസ്സിൽ നിന്നൊന്നും കളഞ്ഞിട്ടില്ല അല്ലേ? ചിന്നമ്മയുടെ സ്വരമാണ് ചിന്തയിൽ നിന്നുണർത്തിയത്. എനിക്ക് മുഖം തരില്ലല്ലോ മായയെ അവര്. ജാതിയിൽ കുറഞ്ഞു പോയതുകൊണ്ടാ എന്നോട് ഈ അകൽച്ച. പക്ഷേ മായയോട് കാണിക്കുന്നത് അസൂയ കൊണ്ടാ. അവരെക്കാളൊക്കെ എത്ര ഭംഗിയാ മായയെ കാണാൻ. ആ വാക്കുകൾ ഉള്ളിൽ അനുരണനമുണ്ടാക്കി. വെറുതെ ഓരോന്ന് പറയേണ്ട കേട്ടോ. പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വെറുതെ ഒന്നും പറയാറില്ല. ഉള്ളത് ഉള്ളതുപോലെ പറയും. ചിന്നമ്മ ചിരിച്ചു. ആ കറുത്ത മുഖത്ത് വെളുത്ത പല്ലുകൾ മുത്തുകൾ പോലെ തിളങ്ങി. എന്നാ ഈ വീട്ടുകാരെക്കുറിച്ചും ഉള്ളത് പറ.
ഓ, അതോ, പറയാം. ശാപം കിട്ടിയ ഒരു വീടാ വെറ്റിലപ്പറമ്പ്. ശാപമോ? എന്തിന്? ഉലച്ചു കഴുകിക്കൊണ്ടിരുന്ന തുണിയുമായി നിവർന്നു നിന്നു. ശാപം എങ്ങനെയാണ് കിട്ടിയതെന്നും അറിയാൻ വയ്യ. തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുര്യോഗമാണ്. ആണായി പിറന്നവർക്കൊക്കെ കാലക്രമേണ ഭ്രാന്ത് പിടിക്കും. പിന്നെ ചെങ്ങലയിൽ കിടന്ന് മരിക്കാനാ യോഗം. തുടർന്ന് എന്താണ് ചോദിക്കേണ്ടതെന്നറിയാതെ നിൽപ്പ് തുടരുമ്പോൾ ചിന്നമ്മ പറഞ്ഞു, ഇപ്പോഴത്തെ ആൾക്കാരുടെ ഉപ്പ ചെങ്ങലയിൽ കിടന്ന് നരകിച്ചാ മരിച്ചത്. അയാളുടെ തന്തയും അങ്ങനെയാ മരിച്ചതെന്ന് പറഞ്ഞു കേൾക്കുന്നു. കേട്ടറിവാണ് എല്ലാം. മനസ്സ് ലേശം തണുത്തു. ഇപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആശ്വാസത്തിന്റെ വെളിച്ചം വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഉണ്ട്. ആ രണ്ടക്ഷരത്തിന് ഒരു ടൺ ഭാരമുണ്ടെന്ന് തോന്നി. ഈശ്വരാ, ഒരു ഭ്രാന്താലയത്തിനടുത്താണ് താൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഭാഗം നാളെ.